നേരത്തെ നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കേസിൻ്റെ സങ്കീർണതകളിലൂടെ അന്വേഷണ സംഘം കടന്നുപോയി എന്ന് മാത്രവുമല്ല വിചാരണ കാലഘട്ടം എന്നതും ഏറെ നീണ്ടുപോയി എന്നത് വസ്തുത തന്നെയാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു, കോവിഡും ആയി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കൂടി ഇതിലുണ്ടായിരുന്നു. 2018 ഏപ്രിൽ മാസത്തിലാണ് ഈ കേസിൻ്റെ വിചാരണ ആരംഭിക്കുന്നത്. 2017 ഫെബ്രുവരിയിൽ ആണ് നടി ആക്രമിക്കപ്പെട്ടത്. വളരെ പെട്ടെന്ന് അതിൻ്റെ വിചാരണ നടപടികളിലേക്ക് കടന്നപ്പോൾ 261 സാക്ഷികളെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വിസ്തരിക്കേണ്ടി വന്നത്. അതായത് ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ വിസ്താരത്തിനായി കോടതിക്ക് ചെലവഴിക്കേണ്ടി വന്നത് ഈ സാക്ഷികൾ വിസ്തരിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, കോടതി ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചത് 1600ഓളം രേഖകൾ ആണ് എന്നുള്ളതാണ്. കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസും അന്വേഷണ സംഘവും എല്ലാം നൽകിയ രേഖകൾ, പരസ്പരം ബന്ധപ്പെടുത്തുന്ന തെളിവുകൾ, പൾസർ സുനിക്ക് ദിലീപുമായുള്ള ബന്ധം, ഏറ്റവും ഒടുവിൽ പൾസർ സുനി ദിലീപിൻ്റെ അന്നത്തെ സിനിമയുടെ, അതായത് ഈ കൊട്ടേഷൻ നടത്തുന്നതിന് തൊട്ടു മുമ്പ് ദിലീപ് അഭിനയിച്ച സിനിമയുടെ ലൊക്കേഷനിൽ എത്തിയതിൻ്റെ വിവരങ്ങൾ, ആ സമയത്ത് ദിലീപിൻ്റെ ഫോൺ കോളുകൾ, ഒപ്പം മെമ്മറി കാർഡ് പോലെയുള്ള രേഖകൾ. അങ്ങനെ 1600 രേഖകൾ ആണ് കോടതി പ്രധാനമായും പരിഗണിച്ചത്. അതോടൊപ്പം തന്നെ ഇരയാക്കപ്പെട്ട അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ പലപ്പോഴും കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹം ഇത്തരക്കാർക്ക് പിന്തുണ നൽകുന്ന, ഇരയോടൊപ്പം നിൽക്കുന്ന സമീപനമാണ് നൽകാറുള്ളത്. എന്തിൻ്റെ പേരിലാണ് എങ്കിലും ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ടാൽ ആ അപമാനിതയാകുന്ന സ്ത്രീയുടെ അഭിമാനത്തിന് വേണ്ടി തന്നെയാണ് നമ്മൾ നിലകൊള്ളാറുള്ളത്. അതവർക്ക് വലിയ ഊർജം തന്നെയാണ് പകർന്നത്. അതുകൊണ്ടായിരുന്നിരിക്കണം ഇങ്ങനെയൊരു കേസിൻ്റെ വിചാരണ എന്തിനാണ് അടച്ചിട്ട മുറിയിൽ നടത്തുന്നത് എന്ന് അതിജീവിത ചോദിച്ചതാ. ഇത് തുറന്ന കോടതിയിൽ വിചാരണ ചെയ്യൂ, ഞാൻ കുറ്റക്കാരിയല്ല, മറ്റൊരാൾ ചെയ്ത തെറ്റിന് അല്ലെങ്കിൽ മറ്റൊരു കൂട്ടം ആളുകൾ, നരാധമന്മാർ എന്ന് തന്നെ അവരെ വിശേഷിപ്പിക്കേണ്ടതായി വരും, അവരുടെ കൊടും ക്രൂരതകൾ ജനങ്ങൾ അറിയട്ടെ എന്നാണ് ആ അതിജീവിത പറഞ്ഞത്. പക്ഷെ കോടതി അതിന് അനുവദിച്ചില്ല. അടച്ചിട്ട മുറിയിൽ തന്നെയായിരുന്നു. 7 ദിവസം ആണ് ഈ അതിജീവിതയെ കോടതി വിശദാംശങ്ങളുടെ ഭാഗമായി വിസ്തരിക്കുകയും ചെയ്തത് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബൈജു പൗലോസ് ആണ്. തീർച്ചയായും അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കണ്ടെത്തലുകൾ എന്നത് കോടതിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ആ കണ്ടെത്തലുകളിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ബൈജു പൗലോസിനെ 87 ദിവസം ആണ് കോടതി വിസ്തരിച്ചത്. ഇതിനിടെയായിരുന്നു നാടകീയമായ ചില സംഭവങ്ങൾ ഉണ്ടായത്. അത് സംവിധായകൻ ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തൽ ആയിരുന്നു. ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലോട് കൂടിയാണ് ഈ കേസിൽ മറ്റ് ചില വകുപ്പുകൾ കൂടി ചുമത്താൻ പോലീസിന്, അന്വേഷണ സംഘത്തിന് സാധിച്ചത്. പ്രത്യേകിച്ച് ഈ കേസിൻ്റെ അന്വേഷണ ഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ദിലീപ് ശ്രമിച്ചു, അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തി. അതിൻ്റെ തെളിവുകൾ തൻ്റെ പക്കലുണ്ട് എന്ന് ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തുന്നു. അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നു. അങ്ങനെ തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ ദിലീപിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്ന വകുപ്പുകൾ കൂടി ചുമത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തൽ എന്നത് ഏറെ നിർണായകമായി മാറുന്ന സാഹചര്യം. മാത്രവുമല്ല, നേരത്തെ പൾസർ സുനി, അതായത് കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള പൾസർ സുനി, തനിക്ക് ദിലീപ് ബലാത്സംഗ കൊട്ടേഷൻ നൽകിയതാണ് എന്ന് പറഞ്ഞിട്ടുള്ള പൾസർ സുനി, പൾസർ സുനിയുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം തന്നെ ഈ ബാലചന്ദ്രകുമാർ ദിലീപിനെ കാണാൻ വരുന്നത് താൻ കണ്ടിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ബാലചന്ദ്രകുമാറിൻ്റെ വാക്കുകൾ വിശ്വാസയോഗ്യമായി കണക്കാക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ആ പ്രതികരണങ്ങൾ കൂടി അന്വേഷണത്തിൻ്റെ ഭാഗമാക്കി. ബാലചന്ദ്രകുമാർ വളരെ വ്യക്തമായി പറഞ്ഞത് താൻ മരണം വരെ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കും, മൊഴി മാറ്റില്ല എന്നുള്ളതായിരുന്നു. പിന്നീട് ബാലചന്ദ്രകുമാർ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് മരണപ്പെടുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം ആ പറഞ്ഞ വാക്ക് പാലിച്ചു എന്നതും പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. അദ്ദേഹം മരണം വരെ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ആ ബാലചന്ദ്രകുമാറിനെയും വിസ്തരിച്ചിരുന്നു എന്നുള്ളതാണ്. ഒപ്പം സൈബർ ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ സുനിൽ കുമാർ, അദ്ദേഹം SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ഡോക്ടർ സുനിലിനെ 21 ദിവസമാണ് വിസ്തരിച്ചത്. ഇത്തരം കേസുകളിൽ ഏറ്റവും നിർണായകമാകുന്നത് ശാസ്ത്രീയമായ രേഖകളാണ്. അതിൽ സൈബർ സംഘത്തിന് നിർണായകമായ റോൾ ഉണ്ട്. മറ്റൊന്ന്, സൈബർ ഫോറൻസിക് വിദഗ്ധയായ ദീപ ASനെ 13 ദിവസമാണ് ദീപയെ വിസ്തരിച്ചത്. ഈ വാഹനത്തിൽ ആണ് യുവതി പീഡനത്തിന് ഇരയാകുന്ന സാഹചര്യമുണ്ടായത് എന്ന് നമുക്കെല്ലാം അറിയാം. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഒക്കെ ഈ പീഡനം നടന്നോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ബലാത്കാരമാണ് നടന്നത്, അക്രമമാണ് നടന്നത് എന്നതിനെയൊക്കെ സംബന്ധിക്കുന്ന ഏറ്റവും ആധികാരികമായ ഡേറ്റകൾ ശേഖരിക്കുന്നത് പലപ്പോഴും ഈ ഫോറൻസിക് വിഭാഗം തന്നെയാണ്. ഒപ്പം സൈബർ ഫോറൻസിക് വിഭാഗം എന്നതും ഈ നേരത്തെ സൂചിപ്പിച്ചു ഫോൺ ഇടപാടുകൾ, മെമ്മറി കാർഡ് പോലെയുള്ള ഏറ്റവും ആധികാരികമാകുന്ന ഡോക്യുമെന്റുകൾ ഇതെല്ലാം പരിശോധിക്കുകയും നിർണ്ണയിക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥരെ അടക്കം ഇങ്ങനെയായിരുന്നു വിചാരണാഘട്ടം കടന്നുപോയത്. ഇതിൽ നവമി ശാസ്ത്രീയ തെളിവുകളും ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും ഇതിൻ്റെ ഗൂഢാലോചന തെളിയിക്കപ്പെടുക എന്നത്
അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. നമ്മുടെ ഒരു നിയമ സംവിധാനത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. എന്തെങ്കിലും സംശയത്തിൻ്റെ പേരിൽ ആരെയും ശിക്ഷിക്കാറില്ല നമ്മുടെ നിയമ സംവിധാനം. കൃത്യമായ തെളിവുകൾ വേണം, എങ്കിൽ മാത്രമാണ് ഏറ്റവും പരമോന്നതമായി ശിക്ഷ നൽകാൻ സാധിക്കുകയുള്ളൂ. പല കുറ്റവാളികളും അങ്ങനെ രക്ഷപ്പെടുന്ന സാഹചര്യം ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തെളിവുകളുടെ അഭാവത്തിൽ എന്നുള്ളതാണ്. ഈ പൾസർ സുനിക്ക് കൊട്ടേഷൻ നൽകിയെന്ന് പറയുമ്പോൾ പോലും അത് ഏത് കാലഘട്ടത്തിലാണ് നൽകിയത്, എന്തിൻ്റെ പേരിലായിരുന്നു? ഇനി പൾസർ സുനി തന്നെ ഇത് മെനഞ്ഞെടുത്ത ഒന്നാണോ? അതിനെ തെളിയിക്കുന്ന, പൾസർ സുനിക്ക് ഇങ്ങനെ കൃത്യമായൊരു കൊട്ടേഷൻ ലഭിച്ചിരുന്നു എന്നതിന് കൃത്യമായ തെളിവുകൾ വേണം. അതിനെ സാധൂകരിക്കുന്ന ഡോക്യുമെൻറ്റുകൾ വേണം. അങ്ങനെയൊക്കെ കോടതിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഇതിലെ ഗൂഢാലോചന തെളിയിക്കുകയുള്ളൂ. ഇതിലിപ്പോൾ അതിജീവിതയുടെ നേരിട്ടുള്ള വാക്കുകൾ എന്നത് ആരൊക്കെയാണ് ഈ കൃത്യത്തിലേർപ്പെട്ടത് എന്നത് കോടതി തെളിയുന്ന സാഹചര്യം ഉണ്ടാകും. അതിലൊരു തർക്കവുമില്ല. കാരണം അതിജീവിത തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി. അതിജീവിതയുടെ വാക്കുകൾക്ക് തന്നെയാണ് എപ്പോഴും കോടതി പ്രഥമ പരിഗണന നൽകുക. പക്ഷേ ഗൂഢാലോചനയെ സംബന്ധിച്ചിടത്തോളം അത് നിലനിൽക്കുന്ന ഒന്നാണോ എന്നതാണ് സംശയകരമാകുന്നത്. അത്തരം ചില സാധ്യതകൾ എന്താണ് നിയമരംഗത്ത് വിദഗ്ധർ പറയുന്നത്? അഭിലാഷ്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദിലീപിനെതിരായിട്ടുള്ള തെളിവുകൾ. അതിലൊന്ന്, ദിലീപിന്റെ ചിത്രമായ ജോർജേട്ടൻ സ്പൂരത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇതിലൊന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനി എത്തിയിരുന്നു എന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ അവർ തമ്മിൽ സൗഹൃദത്തിൽ ഉണ്ടായിരുന്നു എന്ന തരത്തിലായിരുന്നു അന്വേഷണ സംഘം വിലയിരുത്തിയത്. അതോടൊപ്പം തന്നെ ഈ ജയിലിലേക്ക് കടത്തിയ ഫോണിൽ നിന്നും, മൊബൈൽ ഫോണിൽ നിന്നും പൾസർ സുനി ഈ ദിലീപിനെയും ദിലീപിന്റെ PA ആയിട്ടുള്ള അപ്പുണ്ണി, സംവിധായകൻ നാദിർഷ, ദിലീപിന്റെ തന്നെ അടുത്ത സുഹൃത്തായ നാദിർഷ, ഇവരെ 3 പേരെയും ഫോൺ വിളിച്ചതിന്റെയും അവർ തിരികെ ജയിലിലെ ഫോണിലും ഈ കടത്തിക്കൊണ്ടുവന്ന മൊബൈൽ ഫോണിലുമൊക്കെ ഇവർ പരസ്പരം വിളിച്ചതിന്റെ തെളിവുകളും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിലേറെ നിർണായകമായതാണ് പൾസർ സുനി ജയിലിൽ നിന്ന് എഴുതി എന്ന് പറയപ്പെടുന്ന ഒരു കത്ത്. ആ കത്ത് പിന്നീട് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ആ കത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, ദിലീപിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ നടിയെ ആക്രമിക്കുകയും പിന്നീട് അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തത്. അതായത് ആക്രമിക്കുക എന്നത് അങ്ങേയറ്റം ഗൗരവതരമായ കുറ്റകൃത്യമാണ്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ആക്രമിക്കപ്പെട്ടതും എന്നതും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിധി കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നടങ്കം കാത്തിരിക്കുന്നത്. വിശദാംശങ്ങളാണ് നവമി ദിനേശ് നൽകിയത്.